എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു സ്ത്രീക്ക് ഒരു പുരുഷനെ വളരെയധികം ഇറസിസ്റ്റബിളായിട്ട് തോന്നണമെങ്കിൽ, അല്ലെ ആ സ്ത്രീയുടെ മുന്നിൽ ആ പുരുഷൻ വളരെയധികം അട്രാക്റ്റീവായിട്ട് അവൾക്ക് ഫീൽ ചെയ്യണമെങ്കിൽ, ഇനി ഒരു ഭാര്യ ആയിക്കൊള്ളട്ടെ, തൻ്റെ സ്വന്തം ഭർത്താവ് ആൾ കിടുവാണ് കേട്ടോ, അടിപൊളിയാണ് എൻ്റെ ചേട്ടൻ, അല്ലെങ്കിൽ ഇനിയൊരു ജന്മം ഉണ്ടെങ്കിലും ഈ ചേട്ടൻ്റെ അടുത്ത് തന്നെ എനിക്ക് ഭാര്യയായിട്ട് ജീവിച്ചാൽ മതി എന്നൊക്കെ ആ സ്ത്രീക്ക് തോന്നണമെങ്കിൽ, അപ്പോൾ അത്രയധികം സ്ത്രീകളുടെ മുമ്പിൽ പുരുഷന്മാർക്ക് അട്രാക്റ്റീവ്നെസ് ഉണ്ടാകാനായിട്ട് പുരുഷന്മാർ അറിഞ്ഞിരിക്കേണ്ട, അല്ലെങ്കിൽ പുരുഷന്മാർ ശീലിക്കേണ്ട 7 കാര്യങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഒന്നാമതായിട്ട് നമ്മളുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ആ ഒരു സ്ത്രീയുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുക, അവരുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കാനായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ ഫീലിങ്സ് മനസ്സിലാക്കി പ്രവർത്തിക്കുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. തങ്ങളുടെ ഫീലിങ്സിനെ മാനിക്കുന്നു, തങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്നു എന്ന് തോന്നുന്ന ഒരു പുരുഷനോട് മാത്രമേ അവർക്ക് ഉള്ളുകൊണ്ട് വളരെയധികം സ്നേഹം തോന്നത്തുള്ളൂ, അല്ലെങ്കിൽ ഒരു ഇഷ്ടം തോന്നത്തുള്ളൂ, അല്ലെങ്കിൽ ഒരു അടുപ്പമൊക്കെ തോന്നണമെങ്കിൽ ഈ മനുഷ്യനെ എന്നെ ശരിക്കും മനസ്സിലാവുന്നുണ്ട് എന്ന് അവൾക്ക് ഫീൽ ചെയ്യണം. അപ്പോൾ അവരുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കാനായിട്ട് നമ്മൾ പഠിക്കണം. അപ്പോൾ പലരും നമ്മൾ സംസാരിക്കുമ്പോൾ പറയാറുണ്ട്, അയ്യോ എങ്ങനെയാണ് എൻ്റെ മനസ്സ് ഇത്ര കൃത്യമായിട്ട് അറിയുന്നത്, എൻ്റെ ഫീലിങ്സുകളൊക്കെ എങ്ങനെയാണ് ഇത്ര കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുപോലെ നമ്മൾ അവരുടെ ഫീലിങ്സുകൾ മനസ്സിലാക്കി അവരുടെ പൾസ് അറിഞ്ഞ് പ്രവർത്തിക്കണം, മനസ്സറിഞ്ഞ് പ്രവർത്തിക്കണം, അവരുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കാൻ പഠിക്കണം, അവരുടെ ഫീലിങ്സുകൾ ഉൾക്കൊള്ളാനായിട്ട് പഠിക്കണം. അപ്പോൾ അങ്ങനെയുള്ള പുരുഷന്മാരോട് സ്ത്രീകൾക്ക് പെട്ടെന്ന് വളരെയധികം അട്രാക്ഷൻ തോന്നും, അല്ലെ അവരുടെ കണ്ണിൽ വളരെയധികം ഇറസിസ്റ്റബിളായിട്ട് തോന്നുന്നതാണ്. ഇനി രണ്ടാമതായിട്ട് ഒരു ഇമോഷണൽ കണക്ഷൻ പെട്ടെന്ന് സ്ഥാപിച്ചെടുക്കാനായിട്ട് സാധിക്കുന്ന പുരുഷന്മാരെ സ്ത്രീകൾക്ക് പെട്ടെന്ന് ഇറസിസ്റ്റബിളായിട്ട് തോന്നാറുണ്ട്. അതായത് ഒരു ഇമോഷണൽ ഇൻറ്റിമസി, ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ്, ഇമോഷണൽ കണക്ഷൻ ഒക്കെ നേടിയെടുക്കാനായിട്ട് പുരുഷന്മാർ എപ്പോഴും വളരെയധികം ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള രീതിയിൽ പെരുമാറുക. അപ്പം നിങ്ങളെ അവർക്ക് വിശ്വസിക്കാം എന്നുള്ളൊരു രീതി വന്നു കഴിയുമ്പോൾ, അല്ലെങ്കിൽ എല്ലാ കാര്യത്തിനും നിങ്ങളെ ആശ്രയിക്കാം എന്നുള്ളൊരു സ്ഥിതി വന്നു കഴിയുമ്പോഴാണ് സ്ത്രീകൾക്ക് പെട്ടെന്ന് ഈ രീതിയിൽ നിങ്ങളുമായിട്ടൊരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ അവർക്ക് തന്നെ അവരുടെ സ്ട്രെങ്ത് 10 ഇരട്ടി കൂടിയതായിട്ട് തോന്നും. അപ്പോൾ നിങ്ങൾ അടുത്തുള്ളപ്പോൾ അവർക്ക് ഭയങ്കര സ്ട്രോങ് ആയിട്ട് തോന്നും. ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ ഭാര്യ എന്നോട് പറയാറുണ്ട്, നിങ്ങൾ അടുത്തിരിക്കുമ്പോൾ മനുഷ്യ എനിക്ക് വല്ലാത്ത ധൈര്യമാണ്, അപ്പോൾ എനിക്ക് കള്ളന്മാരെ ഒന്നും പേടിയില്ല. എന്നിട്ട് അവൾ തന്നെ കൂട്ടത്തിലൊരു കാര്യമോട് പറഞ്ഞു, കാര്യം പറഞ്ഞാൽ കള്ളന്മാരെ കാണുമ്പോഴത്തേക്ക് ആദ്യമേ നിങ്ങളായിരിക്കും ഇറങ്ങി ഓടുന്നത്, എന്നാലും നിങ്ങൾ കൂടെ ഉള്ളപ്പോൾ എനിക്ക് ഭയങ്കര ധൈര്യമാണ്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ സാന്നിധ്യം അവർക്ക് ഒരുപാട് ശക്തി നൽകുന്നതായിട്ട് അവർക്ക് തന്നെ ഫീൽ ചെയ്യണം. അപ്പോൾ നമ്മളോട് വളരെയധികം അവർക്കൊരു ഇമോഷണൽ കണക്ഷൻ തോന്നണം, ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് തോന്നണം. അപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ, നമ്മുടെ വാക്കുകളൊക്കെ പാലിക്കുന്നതിലൂടെ, ഒപ്പം തന്നെ അവരുടെ കൊച്ചു കൊച്ചു ഇഷ്ടങ്ങളൊക്കെ സാധിച്ചു കൊടുക്കുന്നതിലൂടെ, അല്ലെങ്കിൽ അവരുടെ എല്ലാ കാര്യത്തിലും മെൻ്റലായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതിലൂടെ, മെൻ്റലി ഫിസിക്കലിയൊക്കെ നമ്മൾ സപ്പോർട്ട് കൊടുക്കുമ്പോഴാണ് അവർക്ക് നമ്മളോട് ഈ പറഞ്ഞ പോലെ ഒരു ഇമോഷണൽ ഇൻറ്റിമസിയും അല്ലെങ്കിൽ അറ്റാച്ച്മെൻറ്റും ഒക്കെ ഉണ്ടാകുന്നു. ഒപ്പം തന്നെ നമ്മൾ സത്യസന്ധമായിട്ടും സുതാര്യമായിട്ടും പെരുമാറുക. അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അവർ നമ്മളെ കൂടുതലായിട്ട് ആശ്രയിക്കാനായിട്ട് തുടങ്ങും. നമ്മളുമായിട്ട് ഇങ്ങനെ ഒരു മെൻ്റൽ കണക്ഷനും ഒരു ഇമോഷണൽ ഇൻറ്റിമസിയും ഇമോഷണൽ അറ്റാച്ച്മെൻറ്റും ഒക്കെ രൂപപ്പെടാനും തുടങ്ങും. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പം നമ്മൾ അവരുടെ മുന്നിൽ, അല്ലെങ്കിൽ അവർക്ക് നമ്മളെ വളരെയധികം ഇറസിസ്റ്റബിളായിട്ട് തോന്നുന്നതായിരിക്കും, അത്രയധികം അട്രാക്റ്റീവായിട്ട് തോന്നുന്നതായിരിക്കും. ഇനി മൂന്നാമായിട്ട് സ്ത്രീകളുടെ മുമ്പിൽ നമ്മൾ 100% ലോയലാണെന്ന് പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. സ്ത്രീകൾ വളരെയധികം വിലമതിക്കുന്ന ഒരു ഗുണമാണ് ലോയൽറ്റി എന്ന് പറയുന്നത്. അപ്പോൾ പല പുരുഷന്മാരും ഒട്ടും ലോയൽ അല്ലാത്ത പോലെ സ്ത്രീകൾക്ക് തോന്നാറുണ്ട്. ഉദാഹരണത്തിന് അവരുടെ മുമ്പിൽ വെച്ച് നമ്മൾ അടുത്ത സ്ത്രീകളെ കാണുമ്പോൾ വായി നോക്കാൻ പോകുന്നു, അല്ലെങ്കിൽ അവരുടെ ഗുണവിശേഷം പറഞ്ഞുകൊണ്ട് നടക്കുന്നു. അപ്പോൾ ഇവർക്ക് പെട്ടെന്ന് ഉള്ളിൽ അത് സൂചിക്കത്തില്ല. അതൊക്കെ ലോയൽറ്റിക്ക് വിരുദ്ധമായിട്ടാണ് ഇവരുടെ മനസ്സിൽ തോന്നുന്നത്. അപ്പോൾ നമ്മൾ വെറുതെ ഒന്ന് വായി നോക്കിയതാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ കാണുമ്പോൾ വെറുതെ കമൻറ്റ് പറയുന്നു. അപ്പോൾ ഈ കൂടെയുള്ള പെൺകുട്ടിക്ക്, അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്ന ആ ഒരു പെൺകുട്ടിക്ക് തോന്നുന്നത് നമ്മൾ ഒട്ടും ലോയലല്ല, അപ്പോൾ അവൾ കൂടെയുള്ളപ്പോഴും നമ്മൾ വേറെ കുട്ടികളെ സ്കാൻ ചെയ്യാൻ പോകുന്നു, അല്ലെങ്കിൽ അവരുടെ വായി നോക്കാൻ പോകുന്നു എന്നുള്ളൊരു ഫീലാണ്. അപ്പോൾ നമ്മൾ 100% ഒരു ലോയൽറ്റി ഗ്യാരണ്ടി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും സ്ത്രീകൾക്ക്, അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക്, അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്ന ആ വ്യക്തിക്ക് നമ്മളെ വളരെയധികം ഇറസിസ്റ്റബിളായിട്ട് തോന്നുന്നതാണ്. കാരണം ലോയൽറ്റി അവർ അത്രയധികം വിലമതിക്കുന്ന ഒരു ഗുണമാണ്. ഇനി നാലാമായിട്ട് പുരുഷന്മാരിൽ സ്ത്രീകൾക്ക് വളരെയധികം ഇറസിസ്റ്റബിളായിട്ട് തോന്നുന്ന ഒരു ക്വാളിറ്റിയാണ് അവരുടെ ഒരു ദയാശീലം, അല്ലെങ്കിൽ മറ്റുള്ളവരെ കൂടി പരിഗണിക്കുന്ന ഒരു ശീലം. അപ്പോൾ സ്ത്രീകൾ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒന്നാണ്, എന്നോട് ഇവൻ കരുണയോടുകൂടി പെരുമാറിയിരുന്നെങ്കിൽ. അപ്പോൾ നമ്മുടെ നോട്ടത്തിൽ, നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ പ്രവർത്തനങ്ങളിലൊക്കെ ആ ഒരു കരുണ ഉണ്ടാവണം. പ്രത്യേകിച്ച് ഭാര്യമാരൊക്കെ ആഗ്രഹിക്കും, എൻ്റെ ഭർത്താവ് ഇച്ചിരൂടെ കരുണയോടുകൂടി എന്നോട് പെരുമാറിയിരുന്നെങ്കിൽ, അങ്ങനെ എന്നോട് സംസാരിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ. അപ്പോൾ ആ ഒരു കൈൻഡ്നെസ് എപ്പോഴും അവർ വളരെയധികം വിലമതിക്കുന്ന ഒരു ക്വാളിറ്റി തന്നെയാണ്. ഒപ്പം തന്നെ അവരെ എല്ലാ കാര്യത്തിലും നമ്മൾ പരിഗണിക്കുക, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് അവരോടുകൂടി അഭിപ്രായം ചോദിക്കുക. അപ്പോൾ ചില ഭർത്താക്കന്മാരൊക്കെ ഉണ്ട്, ഇപ്പോൾ പുതിയതായിട്ടൊരു കാർ എടുക്കാൻ പോകുന്നു, അപ്പോഴും ഭാര്യയുടെ അഭിപ്രായം ചോദിക്കത്തില്ല, നിനക്ക് എന്താണ് ഇഷ്ടം,
അല്ലെങ്കിൽ അവളുടെ താല്പര്യം കൂടി പരിഗണിക്കത്തില്ല. അപ്പം നമ്മുടെ തന്നെ ഇഷ്ടത്തിന് മാത്രം അനുസരിച്ചാണ് നമ്മളൊരു കാർ വാങ്ങിക്കുക, അല്ലെങ്കിൽ ഒരു വീട് വാങ്ങിക്കുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും പുതിയതായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പോവുക, അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലുമൊക്കെ ബിസിനസ് തുടങ്ങുക. ഇതൊന്നും ഭാര്യയോട് ആലോചിക്കാത്ത ആളുകളാണ് ഒരു 60% പുരുഷന്മാരും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അവർക്ക് വളരെയധികം ഉള്ളിൽ വിഷമമാവും. അപ്പോൾ അവരെ കൂടി എല്ലാ കാര്യത്തിലും നമ്മൾ ഉൾപ്പെടുത്തുക, അവരോട് കൂടി നമ്മൾ ആലോചന ചോദിക്കുക, അവരെ കൂടി പരിഗണിക്കുക, അവരോട് കൈൻഡായിട്ട് പെരുമാറുക. അപ്പോൾ എന്തുകൊണ്ടാണ് പലയിടത്തും അവിശ്വസ്തതയൊക്കെ ഉണ്ടാകുന്നത്? പലപ്പോഴും പുരുഷന്മാരൊന്നും ഈ രീതിയിൽ, ഭർത്താക്കന്മാർ ഈ രീതി കരുണയോടെ പെരുമാറാതെ വരുമ്പോൾ, ഈ രീതിയിൽ അവരെ പരിഗണിക്കാതെ വരുമ്പോൾ, ആരെങ്കിലും അവരുടെ അടുത്ത് ഈ ഒരു കരുണ കാണിക്കുകയും ഈ ഒരു പരിഗണനയോടുകൂടി പെരുമാറുകയും ചെയ്യുന്നത് കാണുമ്പം ഉടനെ സ്ത്രീകൾ എന്ത് ചെയ്യും? ഈ ഭർത്താവിന് ഇട്ടിട്ട് ആ സ്ത്രീകൾ പുരുഷൻ്റെ പുറകെ പോകാനുള്ള ഒരു ടെൻഡൻസി കാണിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ്? അപ്പോൾ ഇതൊക്കെ ഒരു ഇറസിസ്റ്റിബിൾ ആയിട്ടുള്ള ഒരു ക്വാളിറ്റി തന്നെയാണ്. ഇനി അഞ്ചാമതായിട്ട് ബി ഫിസിക്കലി സ്ട്രോങ് ആൻഡ് ഹെൽത്തി എന്നുള്ളതാണ്. സ്ത്രീകൾ തീർച്ചയായിട്ടും ആദ്യമേ തന്നെ നമ്മളിൽ നോക്കുന്ന ഒരു കാര്യം, നമ്മൾ ഫിസിക്കലി നല്ല സ്ട്രോങ് ആയിട്ടുള്ള മനുഷ്യനാണോ, ഒപ്പം തന്നെ ഒരു ഗുഡ് ലുക്കിംഗ് ആണോ എന്നൊക്കെ നോക്കും. അതൊക്കെ സ്വാഭാവികം തന്നെയാണ്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് ഏതവസ്ഥയിലാണോ നമ്മൾ, അപ്പോൾ ഓരോരുത്തരുടെയും ശാരീരിക സ്ഥിതിയൊക്കെ വ്യത്യസ്തമാണ്. എങ്കിലും നമുക്ക് തന്നെ കുറച്ചൊക്കെ നമ്മുടെ ആ ഒരു ശാരീരിക അവസ്ഥ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും, കുറേ കൂടി പുഷ്ടിപ്പെടുത്താനായിട്ട് സാധിക്കും. നല്ല ഫുഡുകളൊക്കെ കഴിക്കുന്നതിലൂടെ, നമ്മുടെ ഹെൽത്ത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിലൂടെ, നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യുന്നതിലൂടെയൊക്കെ നമുക്കൊരുവിധം നല്ലൊരു ബോഡി ഒക്കെ ആക്കിയെടുക്കാം. അല്ലെങ്കിൽ കുറേ കൂടി നമുക്ക് ഫിസിക്കലി സ്ട്രോങ് ആകാൻ പറ്റും. ഒപ്പം തന്നെ മെൻ്റലി കൂടി സ്ട്രോങ് ആവുക. അതൊക്കെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇറസിസ്റ്റിബിൾ ആയിട്ടുള്ള ക്വാളിറ്റി തന്നെയാണ്. പുരുഷന്മാർ വളരെ സ്ട്രോങ് ബോഡി ആയിട്ടിരിക്കുന്നവരെയാണ് സ്ത്രീകൾക്ക് വളരെ വീക്കായിട്ട് കാണപ്പെടുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ ഫിസിക്കലി വളരെയധികം വീക്കായിട്ട് തോന്നുന്ന പുരുഷന്മാരെ കഴിഞ്ഞ് എന്തൊക്കെയാണെങ്കിലും പെട്ടെന്ന് ഒരു അട്രാക്ഷൻ തോന്നുന്നത്. ഇനി ആറാമതായിട്ട് നമ്മൾ നല്ല അറിവുള്ള, വിവരമുള്ള പുരുഷന്മാരെ സ്ത്രീകൾക്ക് വളരെയധികം ഇറസിസ്റ്റിബിൾ ആയിട്ട് തോന്നും. അല്ലെങ്കിൽ വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവരെ സ്ത്രീകൾക്ക് വളരെയധികം ഇറസിസ്റ്റിബിൾ ആയിട്ട് തോന്നും. ഒപ്പം തന്നെ അവരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് പറ്റാവുന്ന നല്ല അറിവുകൾ അവരോട് പങ്കുവെക്കുക, അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ ഇവരെ പഠിപ്പിക്കുക. അപ്പോൾ സ്ത്രീകൾക്ക് വളരെയധികം എക്സൈറ്റിംഗ് ആയിട്ട് തോന്നും. ഈ മനുഷ്യന് ഇതൊക്കെ അറിയാമായിരുന്നു, അതുകൊണ്ടല്ല എല്ലാ കാര്യങ്ങളും ഇദ്ദേഹത്തിന് അറിയാലോ. ഇപ്പോൾ വീട്ടിലൊരു ഇലക്ട്രോണിക് ഉപകരണത്തിൻ്റെ ആ പ്രവർത്തനത്തെ പറ്റിയൊക്കെ നമ്മളിങ്ങനെ വിശദീകരിച്ച് കൊടുക്കുമ്പോൾ അവരൊക്കെ ഇങ്ങനെ വിളിച്ച് നോക്കി നിൽക്കുന്നത് കാണാം. അല്ലെങ്കിൽ അവർക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവും. ഇദ്ദേഹത്തിന് ഇതൊക്കെ അറിയാമായിരുന്നു. അപ്പോൾ നമ്മളോട് അവർക്കൊരു ആരാധനാ മനോഭാവം വരുന്നു, അല്ലെങ്കിൽ ഒരു അട്രാക്ഷൻ തോന്നുന്നു. അപ്പോൾ നമ്മുടെ ഇങ്ങനെ ഒരു അറിവിൻ്റെ ചക്രവാളങ്ങൾ അവരുടെ മുന്നിൽ വളരെ വിവേകത്തോടു കൂടി ഉചിതമായിട്ടുള്ള രീതിയിൽ നമ്മൾ പ്രദർശിപ്പിക്കുകയാണെങ്കിൽ, അത് സമയത്തിനനുസരിച്ച് അല്ലെങ്കിൽ സമയവും കാലമൊക്കെ നോക്കി വിവേകപൂർവ്വം നമ്മൾ അവതരിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് അത് വളരെയധികം ഇറസിസ്റ്റിബിൾ ആയിട്ട് തോന്നും. അപ്പം തന്നെ നമുക്കറിയാവുന്ന പുതിയ പുതിയ കാര്യങ്ങൾ അവരെ പഠിപ്പിക്കുക കൂടി ചെയ്യുക. ഏഴാമതായിട്ട് വളരെ മധുരതരമായിട്ട് സംസാരിക്കുക എന്നുള്ളതാണ്. മധുരതരമായിട്ട് സംസാരിക്കുന്ന പുരുഷന്മാരെ സ്ത്രീകൾക്ക് വേഗത്തിൽ ഇഷ്ടമാവും. കാരണം വാചകത്തിലൂടെയാണ് പലരും വേഗം തന്നെ അട്രാക്റ്റഡ് ആവുന്നത്. അപ്പോൾ നല്ല രീതിയിൽ വാചകം പഠിക്കാൻ അറിയാമെങ്കിൽ, അതായത് നമ്മൾ സംസാരിക്കുമ്പോൾ വളരെയധികം പോസിറ്റിവിറ്റി ഉണ്ടായിരിക്കണം. നമ്മളധികം വെറുതെ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്നവരാവരുത്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്നവരാവരുത്, അവരെ വിമർശിക്കുന്നവരാവരുത്. നമ്മുടെ സംസാരം കേൾക്കുമ്പോൾ തന്നെ അത് ഭയങ്കര അധികം ഇൻസ്പയറിംഗ് ആയിരിക്കണം, മോട്ടിവേഷണൽ ആയിരിക്കണം. അപ്പോൾ സ്ത്രീകളൊക്കെ പ്രത്യേകിച്ച് മോട്ടിവേഷൻ്റെ ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് നമ്മൾ വളരെയധികം ഇൻസ്പയറിംഗ് ആയിട്ട്, മോട്ടിവേഷണലായിട്ടൊക്കെ സംസാരിക്കുന്നതായിട്ട് പെട്ടെന്ന് വളരെയധികം ഇഷ്ടപ്പെടും. ഒപ്പം തന്നെ വളരെ മധുരതരമായിട്ട്, സ്വീറ്റായിട്ട് സംസാരിക്കുക. ആ കൂട്ടത്തിൽ തന്നെ നല്ല ഹ്യൂമർ കൂടി ഉൾപ്പെടുത്തുകയാണെങ്കിൽ, കുറേ കൂടി തമാശയൊക്കെ നിറഞ്ഞ രീതിയിൽ നർമ്മ സംഭാഷണങ്ങളൊക്കെ നടത്തുകയാണെങ്കിൽ അത് പെൺകുട്ടികൾക്ക് വളരെയധികം പുരുഷന്മാരിൽ ഇറസിസ്റ്റിബിൾ ആയിട്ട് തോന്നുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ഈ ഒരു വളരെ ടെൻഷൻ നിറഞ്ഞ ഒരു ലോകമാണ്. അപ്പോൾ പുരുഷന്മാരൊക്കെ ഭയങ്കരധികം ബിസിയാണ്. അപ്പോൾ ഇപ്പോൾ ഫാമിലി ലൈഫിലാണെങ്കിലും, ഇപ്പോൾ നമ്മുടെ കുടുംബജീവിതത്തിൽ നമ്മുടെ ഭാര്യമാരോടൊന്നും നമ്മൾ ഒരുപക്ഷെ ആ ഒരു നർമ്മബോധത്തോടുകൂടി സംസാരിക്കാറുണ്ടാവില്ല. വളരെയധികം ദേഷ്യത്തോടെയും അല്ലെങ്കിൽ കാർക്കശ്യത്തോടെയും നെഗറ്റിവിറ്റിയോടെയൊക്കെ ആയിരിക്കും സംസാരിക്കുന്നത്. പക്ഷേ നമ്മുടെ കുടുംബജീവിതത്തിലാണെങ്കിലും ഈ രീതിയിൽ വളരെ നർമ്മത്തോടുകൂടി സംസാരിക്കുക, അല്ലെങ്കിൽ വളരെ പോസിറ്റീവായിട്ട് സംസാരിക്കുക, വളരെ മോട്ടിവേഷണലായിട്ടും ഇൻസ്പിറേഷണലായിട്ടും ഒക്കെ ഒന്ന് സംസാരിച്ച് നോക്കുക, സ്വീറ്റായിട്ട് സംസാരിച്ച് നോക്കുക. പ്രത്യേകിച്ച് ഭാര്യമാരൊക്കെ കാത്തിരിക്കുന്ന ഒന്നാണ് എൻ്റെ ചേട്ടൻ എന്നെങ്കിലും ചാവുന്നതിന് മുമ്പ് ഒന്ന് സ്വീറ്റായിട്ട് എന്നോട് സംസാരിച്ചിരുന്നെങ്കിൽ. അപ്പോൾ അങ്ങനെയൊക്കെ സംസാരിക്കുന്നത് സ്ത്രീകൾക്ക് വളരെയധികം ഇഷ്ടമുള്ള കാര്യം തന്നെയാണ്. അതൊക്കെ നിങ്ങളിൽ വളരെ ഇറസിസ്റ്റിബിൾ ആയിട്ട് തോന്നുന്ന ക്വാളിറ്റീസ് തന്നെയാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ 7 കാര്യങ്ങൾ ഒരിക്കലും നിങ്ങളാരും തെറ്റിദ്ധരിക്കരുത്, ഏതെങ്കിലും സ്ത്രീകളെ വളച്ചെടുക്കാനോ അതിനു വേണ്ടിയിട്ടൊന്നുമല്ല. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിന് വളരെയധികം നമ്മളെ സഹായിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് കൂടുതൽ മോട്ടിവേഷണലായിട്ട് തോന്നാൻ, ഞാനിത് സ്ത്രീകൾക്കും ഇത് ഇമ്പ്രസീവ് ആകുമെന്ന് പറഞ്ഞോളൂ. തീർച്ചയായിട്ടും സ്ത്രീകൾക്കും ഇതൊക്കെ കാണുമ്പോൾ വളരെയധികം ഇറസിസ്റ്റിബിൾ ആയിട്ട് തോന്നും. നിങ്ങളെന്ന വ്യക്തിയെ കൂടുതൽ ഇഷ്ടപ്പെടാനൊക്കെ ഇടയാക്കും. അപ്പോൾ ആ കൂടെ അത് മാത്രമല്ല ഇതിനുപയോഗം, ഇത് വളരെയധികം ഇതിനുപയോഗമുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ ആ ഒരു മൊത്തത്തിലുള്ളൊരു പേഴ്സണാലിറ്റി തന്നെ ഡെവലപ്മെൻറ്റ്, അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണാലിറ്റി മൊത്തത്തിൽ വളരാനായിട്ടും അത് സഹായിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. ബൈ.